പുതുയുഗയാത്ര എന്ന പേര് മാറ്റി അടിയുഗയാത്ര എന്നാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ പുതുയുഗയാത്ര എന്ന് തുടങ്ങിയോ അന്ന് മുതൽ അവർക്കിടയിൽ അടിപിടിയുടെ പൊടിപൂരമാണ്. യാത്ര തുടങ്ങി സ്റ്റേജിൽ കയറിയാൽ ഒന്നും രണ്ട് പറഞ്ഞ് ഉടക്ക തുടങ്ങും. തന്റെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒരു മുതിർന്ന നേതാവ് നീരസം പ്രകടിപ്പിച്ചതാണ് ആദ്യത്തെ സംഭവം. മൈക്കിന് വേണ്ടിയുള്ള ഉന്തും തള്ളുമായിരുന്നു പിന്നീട് നടന്ന സംഭവം വാർത്തയായാൽ നേതാക്കളും നേതൃത്വവും മെഴുകി വെളുപ്പിക്കാനായിട്ട് ഇറങ്ങും. അയ്യോ, അത് അടിയല്ല, സ്നേഹത്തല്ലായിരുന്നു, സ്നേഹത്തിന്റെ അടിയായിരുന്നു, സ്നേഹം കൂടിയതായിരുന്നു, മറ്റേതായിരുന്നു, മറിച്ചതായിരുന്നു എന്നെല്ലാം പറയും. ഇതേ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന ഇതേ പുതുയുഗയാത്രയിൽ വീണ്ടും നാടകീയ രംഗങ്ങൾ അരങ്ങേറിയിരിക്കുകയാണ്. യാത്ര താനൂരിലെത്തിയപ്പോഴാണ് സ്വീകരണ വേദിയിൽ VD സതീശൻ കലിപ്പനായത്. കലിപ്പിട്ട് പുള്ളി ഫുൾ സീനാക്കി കളഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ വീഡിയോ ഒക്കെ കൊടൂര വൈറലാണ്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രവർത്തകർ ആവേശത്തിൽ പടക്കം പൊട്ടിച്ചത്. അത് സതീശന് ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് VD സതീശനെ ദേഷ്യം പിടിപ്പിച്ച കാര്യം. മാലപ്പടക്കം നിർത്താതെ പൊട്ടിയതോടെ താൻ സംസാരിക്കുന്നില്ലെന്നും വേറെ ആരെങ്കിലും വിളിക്കാനും അദ്ദേഹം ദേഷ്യത്തോടെ ആവശ്യപ്പെട്ടു. സതീശൻ ദേഷ്യപ്പെടുന്നതും ചുറ്റും നിൽക്കുന്നവരെ ശകാരിക്കുന്നതുമായ ദൃശ്യങ്ങൾക്ക് കമന്റിന്റെ പെരുമഴയാണ്. വേദിയിൽ സ്വാഗത പ്രാസംഗികൻ പടക്കം പൊട്ടിക്കുന്നത് നിർത്താൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതും വീഡിയോയിൽ കാണാം. ദിവസങ്ങൾക്ക് മുൻപ് വടകര ലോക്സഭാ മണ്ഡലത്തിലെ കുറ്റ്യാടിയിൽ നടന്ന പുതുയുഗ യാത്രാവേദിയിലെ ഉന്തും തള്ളും വലിയ വാർത്തയായിരുന്നു. പ്രതിപക്ഷ നേതാവിന് മുമ്പേ തനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടാതിരുന്നതിൽ ഷാഫി പറമ്പിലാണ് പ്രശ്നത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് നടന്ന ഉന്തിലും തള്ളിലും മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ താഴെ വീഴുകയും ചെയ്തു. സതീശൻ നയിക്കുന്ന ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും ഇക്കണക്കിന് പോയാൽ ഈ പാർട്ടിയിൽ അണികളെ ഉണ്ടാവില്ലെന്നും കമന്റുകളുണ്ട്. പടക്കം പൊട്ടുന്നത് കേൾക്കാൻ പോലും വയ്യാത്ത സതീശൻ തെരഞ്ഞെടുപ്പിൽ നിന്നാൽ താൻ പൊട്ടി എന്ന് കേട്ടാൽ എങ്ങനെ സഹിക്കുമെന്നോർത്ത് ഇതോടെ കോൺഗ്രസുകാർ ടെൻഷനിലായുമെന്നും പറയുന്നു. സതീശന് 10 വർഷമായി പടക്കം പേടിയാണെന്ന കാര്യം അണികളോട് നേരത്തെ പറയാമായിരുന്നു. എന്നാൽ ആ പടക്കം പൊട്ടൽ ഒഴിവാക്കാമായിരുന്നു. എന്തായാലും സതീശന്റെ കലിപ്പ് തുടരട്ടെ. പുതുയുഗ യാത്ര അടിയുഗ യാത്രയായി തന്നെ പോട്ടെ.